നിങ്ങളുടെ ശക്തിയുടെ രഹസ്യം എന്ത്? പൗലോസ് പറയും, എൻ്റെ ശക്തിയുടെ രഹസ്യം എൻ്റെ കർത്താവാണ്, എൻ്റെ യേശുവാണ്, എൻ്റെ രക്ഷിതാവാണ്. ശിംശോനോട് ചോദിച്ചു, നിൻ്റെ ശക്തിയുടെ രഹസ്യം ഏതിലാണ്? അവൻ നുണ പറഞ്ഞ് കുറേ നാൾ മുമ്പോട്ട് പോയി. ഒടുവിൽ അവർ രഹസ്യം ചോർത്തി. എന്നാൽ ഇന്ന് ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ല. നമ്മുടെ ശക്തിയുടെ രഹസ്യം ലോകത്തിൽ ആർക്കും പകർത്താനോ കോപ്പി ചെയ്യാനോ പറ്റത്തില്ല. നമ്മുടെ ശക്തിയുടെ രഹസ്യം നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പറഞ്ഞു കൊടുത്താലും എനിക്ക് കുറവ് വരുന്നില്ല. എൻ്റെ ശക്തിയുടെ രഹസ്യം എൻ്റെ പണം അല്ല. എൻ്റെ ശക്തിയുടെ രഹസ്യം എൻ്റെ ആരോഗ്യവും അല്ല. എൻ്റെ ശക്തിയുടെ രഹസ്യം എൻ്റെ കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഇപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ അതെന്നിൽ ശക്തിയായി രൂപാന്തരപ്പെടുന്നു, അതെന്നിൽ ജീവനായി രൂപാന്തരപ്പെടുന്നു, അതെന്നെ ബലപ്പെടുത്തുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം. ഇന്ന് ഈ വചനം നമുക്ക് ശക്തിയായി ഭവിക്കട്ടെ. നമ്മളെ ശക്തനാക്കുന്ന ഒരുവൻ ഉണ്ട്. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 30 മുതൽ എഴുതിയിരിക്കുന്നു. ബാല്യക്കാരും യൗവനക്കാരും അവരുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് കുറച്ച് ഓടും, അത് കഴിയുമ്പോൾ തളരും. യൗവനശക്തിയും ബാല്യശക്തിയും ധനശക്തിയും സുഹൃത്ത് ശക്തിയും ഒരു സമയം കഴിയുമ്പോൾ തളർന്നു പോകും. എന്നാൽ യഹോവയെ കാത്തിരിക്കുകയാണെങ്കിൽ ശക്തി പുതുക്കിക്കൊണ്ടേയിരിക്കാം. ഒരു മൊബൈൽ ഫോണോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ അതിൻ്റെ പവർ ചോർന്നു പോകുമ്പോൾ പ്ലഗ് ചെയ്യുന്നു, പെട്ടെന്ന് അതിൻ്റെ പവർ തിരിച്ച് കയറാൻ തുടങ്ങുന്നു. നാം കർത്താവിനെ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശക്തിയെ അനുദിനം പുതുക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്കെല്ലാം ശക്തി ചോർന്നു പോകുന്ന സമയങ്ങളുണ്ട്. സങ്കടത്തിൻ്റെ സമയങ്ങൾ, വേദനയുടെ സമയങ്ങൾ, രോഗത്തിൻ്റെ സമയങ്ങൾ, ഭയത്തിൻ്റെ നിമിഷങ്ങൾ. നമ്മുടെ ശക്തി ചോർന്നു പോകും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വരാം. കർത്താവെ, ഞങ്ങൾ അടുത്തു വരുന്നു. ശക്തി പുതുക്കുവാൻ ഞങ്ങൾ അടുത്തു വരുന്നു. ശക്തി പുതുക്കുവാൻ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ മേൽ നിൻ്റെ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഇന്ന് രാവിലെ പുതിയ ശക്തിയാൽ നിറയ്ക്കണമേ, പുതുജീവനാൽ നിറയ്ക്കണമേ, പുതിയ ബലം ധരിപ്പിക്കണമേ, പുതിയ എണ്ണ തേൽപ്പിക്കണമേ, പുതിയ അഭിഷേകം നൽകണമേ. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.